പ്രിയ ശ്രോതാക്കളെ, കഥാമണ്ഡപം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൾസ് വേണിന്റെ വിഖ്യാത സാഹസിക നോവലായ 80 ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന കൃതിയുടെ ആദ്യ അധ്യായവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഫോഗ് ഫിലിയാസിന്റെയും പാസ്പാർട്ടൌട്ടിന്റെയും സാഹസിക യാത്രയുടെ ഈ പുതിയ കേൾവി അനുഭവം ഒരുക്കിയിരിക്കുന്നത് AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് എന്ന സന്തോഷവാർത്തയും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ ലോകസഞ്ചാരത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. നല്ല കേൾവിക്കായി ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സാഹസിക യാത്ര തുടങ്ങാം. അധ്യായം 1. ഫിലിയാസ് ഫോഗും പാസേപാർട്ടോട്ടും പരസ്പരം യജമാനനും ഭൃത്യനുമായി അംഗീകരിക്കുന്നു. മിസ്റ്റർ ഫിലിയാസ് ഫോഗ് 1872 സാവില്ലെ റോയിലെ 7-ാം നമ്പർ ബർലിംഗ്ടൺ ഗാർഡൻസിലാണ് താമസിച്ചിരുന്നത്. 1814 ഷെറിഡൻ മരിച്ച വീടായിരുന്നു അത്. റിഫോം ക്ലബിലെ ഏറ്റവും ശ്രദ്ധേയരായ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും ശ്രദ്ധ ആകർഷിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഒഴിവാക്കുന്നതായി തോന്നിയിരുന്നു. ഒരു നിഗൂഢലിക്തിയായിരുന്നു അദ്ദേഹം. ലോകപരിചയമുള്ള ഒരു മാന്യനാണെന്നതൊഴിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ബൈറണെ പോലെയാണെന്ന് ആളുകൾ പറഞ്ഞു. കുറഞ്ഞത് അദ്ദേഹത്തിന്റെ തല ബൈറോണിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം താടിയുള്ള ശാന്തനായ ഒരു ബൈറണായിരുന്നു. 1000 വർഷം പ്രായമാകാതെ ജീവിക്കാൻ കഴിയുന്ന ഒരാൾ. തീർച്ചയായും ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അദ്ദേഹം. ഫിലിയാസ് ഫോഗ് ഒരു ലണ്ടൻകാരനാണോ എന്ന് കൂടുതൽ സംശയമായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബാങ്കിലോ സിറ്റിയിലെ കണക്കെഴുത്തുമുറികളിലോ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള കപ്പലുകളൊന്നും ലണ്ടൻ ഡോക്കുകളിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന് പൊതുമേഖലയിൽ ജോലിയുണ്ടായിരുന്നില്ല. ടെമ്പിളിലോ ലിങ്കൺസ് ഇന്നിലോ ഗ്രേസ് ഇന്നിലോ ഉള്ള ഒരു നിയമവിദ്യാലയത്തിലും അദ്ദേഹത്തിന്റെ പേര് ചേർത്തിട്ടില്ലായിരുന്നു. ചാൻസറി കോടതിയിലോ എക്സ്ചെക്കറിലോ ക്വീൻസ് ബെഞ്ചിലോ അല്ലെങ്കിൽ എക്ലീസിയാസ്റ്റിക്കൽ കോടതികളിലോ അദ്ദേഹത്തിന്റെ ശബ്ദം ഒരിക്കലും മുഴങ്ങിയിട്ടില്ലായിരുന്നു. അദ്ദേഹം തീർച്ചയായും ഒരു നിർമ്മാതാവായിരുന്നില്ല. ഒരു വ്യാപാരിയോ മാന്യനായ കർഷകനോ ആയിരുന്നില്ല. ശാസ്ത്രീയവും പണ്ഡിതവുമായ സമൂഹങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് അപരിചിതമായിരുന്നു. റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിസാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്നിവയുടെ വിവേകപൂർണമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ ഹാർമോണിക് മുതൽ എൻഡമോളജിസ്റ്റുകൾ വരെയുള്ള ഇംഗ്ലീഷ് തലസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധി സംഘടനകളിലൊന്നിലും അദ്ദേഹം അംഗമായിരുന്നില്ല. ദോഷകരമായ പ്രാണികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവ പ്രധാനമായും സ്ഥാപിച്ചത്. ഫിലിയാസ് ഫോഗ് റിഫോം ക്ലബിലെ ഒരംഗമായിരുന്നു, അത്രമാത്രം. ഈ പ്രത്യേക ക്ലബിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചത് വളരെ ലളിതമായ രീതിയിലായിരുന്നു. ബെയറിംഗ്സ് അദ്ദേഹത്തെ ശുപാർശ ചെയ്തിരുന്നു. അവർക്ക് അദ്ദേഹവുമായി ഒരു ഓപ്പൺ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെക്കുകൾ കറന്റ് അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി പണമാക്കിയിരുന്നു. അതെപ്പോഴും നിറഞ്ഞിരുന്നു. ഫിലിയാസ് ഫോഗ് ധനികനായിരുന്നോ? സംശയമില്ല. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവും നന്നായി അറിയുന്നവർക്ക് അദ്ദേഹം എങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിവരങ്ങൾക്കായി സമീപിക്കാൻ കഴിയുന്ന അവസാനത്തെ വ്യക്തിയായിരുന്നു മിസ്റ്റർ ഫോഗ്. അദ്ദേഹം ധൂർത്തനോ നേരെ മറിച്ച് അത്യാഗ്രഹിയോ ആയിരുന്നില്ല. കാരണം ഒരു ഉത്തമമായ, ഉപകരണപ്രദമായ അല്ലെങ്കിൽ ജീവകാരുണ്യപരമായ കാര്യത്തിന് പണം ആവശ്യമാണെന്നറിയുമ്പോൾ അദ്ദേഹം അത് നിശബ്ദമായും ചിലപ്പോൾ അജ്ഞാതനായും നൽകിയിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹം മനുഷ്യരിൽ ഏറ്റവും കുറവ് സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ കുറച്ചേ സംസാരിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മൗനമായ സ്വഭാവം കാരണം കൂടുതൽ നിഗൂഢനായി തോന്നി. അദ്ദേഹത്തിന്റെ ദൈനംദിന ശീലങ്ങൾ നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്തിരുന്നതെല്ലാം മുൻപ് ചെയ്തിരുന്നതുപോലെ കൃത്യമായി ഒരേ കാര്യങ്ങളായിരുന്നതിനാൽ കൗതുകമുള്ളവരുടെ ബുദ്ധി ശരിക്കും കുഴങ്ങി. അദ്ദേഹം യാത്ര ചെയ്തിരുന്നോ? സാധ്യതയുണ്ടായിരുന്നു. കാരണം ലോകത്തെ അദ്ദേഹത്തേക്കാൾ നന്നായി ആർക്കും അറിയുന്നതായി തോന്നിയിരുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത പരിചയമില്ലാത്തത്ര ഒറ്റപ്പെട്ട ഒരിടവും ഉണ്ടായിരുന്നില്ല. നഷ്ടപ്പെട്ടതും കേട്ടുകേൾവിയുമില്ലാത്തതുമായ യാത്രക്കാരെക്കുറിച്ച് ക്ലബ്ബിലെ അംഗങ്ങൾ മുന്നോട്ടുവെച്ച 1000 മോഹങ്ങളെ അദ്ദേഹം കുറച്ച് വ്യക്തമായ വാക്കുകളാൽ പലപ്പോഴും തിരുത്തിയിരുന്നു. യഥാർത്ഥ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഒരുതരം ദിവ്യദൃഷ്ടി ലഭിച്ചതുപോലെ തോന്നിയിരുന്നു. കാരണം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ പലപ്പോഴും ശരിവച്ചിരുന്നു. അദ്ദേഹം എല്ലായിടത്തും യാത്ര ചെയ്തിരിക്കണം, കുറഞ്ഞത് മനസ്സുകൊണ്ടെങ്കിലും. ഫിലിയാസ് ഫോഗ് വർഷങ്ങളായി ലണ്ടനിൽ നിന്ന് മാറി നിന്നിട്ടില്ലെന്ന് കുറഞ്ഞത് ഉറപ്പായിരുന്നു. മറ്റുള്ളവരെക്കാൾ അദ്ദേഹവുമായി നല്ല പരിചയമുണ്ടായിരുന്നവർ പ്രഖ്യാപിച്ചത് മറ്റെവിടെയും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് ആർക്കും നടിക്കാൻ കഴിയില്ല എന്നായിരുന്നു. പത്രങ്ങൾ വായിക്കുന്നതും വിസ്റ്റ് കളിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക വിനോദങ്ങൾ. ഈ കളിയിൽ അദ്ദേഹം പലപ്പോഴും ജയിച്ചിരുന്നു.
നിശബ്ദമായ ഒരു കളിയായതിനാൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവവുമായി യോജിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിജയങ്ങൾ ഒരിക്കലും പൾസിലേക്ക് പോയില്ല. അത് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നിധിയായി നീക്കിവച്ചിരുന്നു. മിസ്റ്റർ ഫോഗ് കളിച്ചത് ജയിക്കാനായിരുന്നില്ല, കളിയുടെ രസത്തിനു വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ കളി ഒരു മത്സരമായിരുന്നു, ഒരു പ്രയാസത്തോടുള്ള പോരാട്ടം. എന്നിട്ടും ചലനമില്ലാത്തതും ക്ഷീണമില്ലാത്തതും ഒരു പോരാട്ടം. അദ്ദേഹത്തിന്റെ അഭിരുചികൾക്ക് അനുയോജ്യമായ ഒന്ന്. ഫിലിയാസ് ഫോഗിന് ഭാര്യയോ കുട്ടികളോ ഉണ്ടായിരുന്നതായി അറിവില്ലായിരുന്നു. ഇത് ഏറ്റവും സത്യസന്ധരായ ആളുകൾക്ക് സംഭവിക്കാവുന്നതാണ്. ബന്ധുക്കളോ അടുത്ത ശ്രദ്ധകളോ ഉണ്ടായിരുന്നില്ല. ഇത് തീർച്ചയായും കൂടുതൽ അസാധ്യമാണ്. സാവില്ലെ റോയിലെ തന്റെ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അവിടേക്ക് ആരും കടന്നു ചെന്നിരുന്നില്ല. ഒരു ഭൃത്യൻ മാത്രം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ മതിയായിരുന്നു. അദ്ദേഹം ക്ലബ്ബിൽ വെച്ച് ഗണിതശാസ്ത്രപരമായി നിശ്ചയിച്ച സമയങ്ങളിൽ ഒരേ മുറിയിൽ ഒരേ മേശയിൽ പ്രഭാതഭക്ഷണവും അത്താഴവും കഴിച്ചിരുന്നു. മറ്റംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയോ അതിഥികളെ കൊണ്ടുവരികയോ ചെയ്തിരുന്നില്ല. കൃത്യം അർദ്ധരാത്രിക്ക് വീട്ടിലേക്ക് പോയി ഉടൻ തന്നെ ഉറങ്ങാൻ കിടന്നു. റിഫോം ക്ലബ്ബ് അതിന്റെ പ്രിയപ്പെട്ട അംഗങ്ങൾക്കായി നൽകുന്ന സുഖപ്രദമായ മുറികൾ അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. സാവില്ലെ റോയിൽ 24 മണിക്കൂറിൽ 10 മണിക്കൂറും അദ്ദേഹം ഉറങ്ങുന്നതിനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനോ ചെലവാക്കി. അദ്ദേഹം നടക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മൊസൈക്ക് പാക്കിയ പ്രവേശന ഹാളിലോ 20 ചുവന്ന പോർഫിരി അയോണിക് തൂണുകളാൽ താങ്ങി നിൽക്കുന്ന താഴികക്കുടമുള്ള വൃത്താകൃതിയിലുള്ള ഗാലറിയിലോ നീല നിറമുള്ള ജനലുകളാൽ പ്രകാശപൂരിതമായ സ്ഥലത്തോ കൃത്യമായ ചുവടുകളോടെയായിരുന്നു. അദ്ദേഹം പ്രഭാതഭക്ഷണം കഴിക്കുകയോ അത്താഴം കഴിക്കുകയോ ചെയ്യുമ്പോൾ ക്ലബിന്റെ എല്ലാ വിഭവങ്ങളും, അതിന്റെ അടുക്കളകളും കലവറകളും വെണ്ണപ്പുരയും പാൽപ്പുരയും അദ്ദേഹത്തിന്റെ മേശയിൽ ഏറ്റവും സ്വാദിഷ്ടമായ സാധനങ്ങൾ നിറയ്ക്കാൻ സഹായിച്ചു. ഡ്രസ് കോട്ടും അരങ്ങന്നിന്റെ തോലുള്ള ഷൂസും ധരിച്ച ഗൗരവക്കാരായ പരിചാരകരാണ് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിയിരുന്നത്. അവർ പ്രത്യേക പോർസലൈൻ പാത്രങ്ങളിലും മികച്ച ലിനൻ തുണിയിലും വിഭവങ്ങൾ നൽകി. നഷ്ടപ്പെട്ട ഒരച്ചിൽ നിർമ്മിച്ച ക്ലബ് ഡെക്കാൻഡറുകളിൽ അദ്ദേഹത്തിന്റെ ഷെറി, പോർട്ട്, കറുവപ്പട്ട ചേർത്ത ക്ലാരറ്റും ഉണ്ടായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ പാനീയങ്ങൾ അമേരിക്കൻ തടാകങ്ങളിൽ നിന്ന് വലിയ വില കൊടുത്തുകൊണ്ടുവന്ന ഐസ് ഉപയോഗിച്ച് തണുപ്പിച്ചിരുന്നു. ഈ ശൈലിയിൽ ജീവിക്കുന്നത് വിചിത്രമാണെങ്കിൽ വിചിത്രതയിൽ എന്തെങ്കിലും നല്ലതുണ്ടെന്ന് സമ്മതിക്കേണ്ടിവരും. സാവില്ലെ റോയിലെ ആ വലിയ വീട് ആഡംബരമുള്ളതായിരുന്നില്ലെങ്കിലും വളരെ സൗകര്യപ്രദമായിരുന്നു. അതിലെ താമസക്കാരന്റെ ശീലങ്ങൾ ഒരേയൊരു ഭൃത്യനിൽ നിന്ന് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നതായിരുന്നു. എന്നാൽ ഫിലിയാസ് ഫോഗ് അവനോട് മനുഷ്യസാധ്യമല്ലാത്തത്ര വേഗതയും കൃത്യതയും ആവശ്യപ്പെട്ടു. ഈ ഒക്ടോബർ 2-ന് അദ്ദേഹം ജെയിംസ് ഫോസ്റ്ററെ പിരിച്ചുവിട്ടിരുന്നു. കാരണം ആ നിർഭാഗ്യവാനായ യുവാവ് 86 ഡിഗ്രി ഫാരൻഹൈറ്റിന് പകരം 84 ഡിഗ്രി ഫാരൻഹൈറ്റിലുള്ള ഷേവിംഗ് വെള്ളം കൊണ്ടുവന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കാത്തിരിക്കുകയായിരുന്നു. 11-നും 11:30-ക്കും ഇടയിൽ വീട്ടിലെത്തേണ്ട ആളായിരുന്നു. ഫിലിയാസ് ഫോഗ് തന്റെ കസേരയിൽ നേരെയിരുന്നു. പരേഡിലുള്ള ഒരു ഗ്രനേഡിയറെ പോലെ കാൽപാദങ്ങൾ ചേർത്തുവെച്ച്, കൈകൾ കാൽമുട്ടുകളിൽ വെച്ച്, ശരീരം നിവർത്തി, തല ഉയർത്തിപ്പിടിച്ച്. മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്നിവയെ കാണിക്കുന്ന ഒരു സങ്കീർണമായ ക്ലോക്കിൽ അദ്ദേഹം സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നു. കൃത്യം 11:30-ക്ക് മിസ്റ്റർ ഫോഗ് തന്റെ ദൈനംദിന ശീലമനുസരിച്ച് സാവില്ലെ റോയി വിട്ട് റിഫോം ക്ലബ്ബിലേക്ക് പോകും. ഈ നിമിഷം ഫിലിയാസ് ഫോഗ് ഇരുന്നിരുന്ന സുഖപ്രദമായ അപ്പാർട്ട്മെന്റിന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. പിരിച്ചുവിട്ട ഭൃത്യനായ ജെയിംസ് ഫോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പുതിയ ഭൃത്യൻ, അയാൾ പറഞ്ഞു. 30 വയസ്സുള്ള ഒരു യുവാവ് മുന്നോട്ട് വന്ന് തലകുനിച്ചു. നിങ്ങളൊരു ഫ്രഞ്ചുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഫിലിയാസ് ഫോഗ് ചോദിച്ചു. നിങ്ങളുടെ പേര് ജോൺ എന്നാണോ? ജീൻ അങ്ങേക്ക് തൃപ്തികരമെങ്കിൽ, പുതുമുഖം മറുപടി പറഞ്ഞു. ജീൻ പാസേ പാട്ടൌട്ട്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള എന്റെ സ്വാഭാവിക കഴിവ് കാരണം എന്നിൽ ഒട്ടിപ്പിടിച്ച ഒരു കുടുംബപ്പേരാണിത്. ഞാൻ സത്യസന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് പക്ഷേ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് പല ജോലികളും ഉണ്ടായിരുന്നു. ഞാനൊരു സഞ്ചാരിയായ ഗായകനായിരുന്നു. ലിയോട്ടാർഡിനെ പോലെ ചാടുകയും ബ്ലോണ്ടിനെ പോലെ കയറിൽ നൃത്തം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സർക്കസ് റൈഡറായിരുന്നു. പിന്നെ ഞാൻ എന്റെ കഴിവുകൾ നന്നായി ഉപയോഗിക്കാൻ ഒരു ജിംനാസ്റ്റിക്സ് പ്രൊഫസറായി. പിന്നീട് ഞാൻ പാരീസിലെ ഒരു സർജൻ ഫയർമാനായിരുന്നു. നിരവധി വലിയ തീപിടുത്തങ്ങളിൽ സഹായിച്ചു. എന്നാൽ ഞാൻ 5 വർഷം മുൻപ് ഫ്രാൻസ് വിട്ടു. ഗാർഹിക ജീവിതത്തിന്റെ മധുരം ആസ്വദിക്കാൻ ആഗ്രഹിച്ച് ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു വേലക്കാരനായി ജോലിക്ക് കയറി. എനിക്കിവിടെ ചേരുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും കൃത്യവും സ്ഥിരതയുമുള്ള മാന്യനാണ് മിസ്റ്റർ ഫിലിയാസ് ഫോഗ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു ശാന്തമായ ജീവിതം നയിക്കാനും പാസേ പാട്ടൌട്ട് എന്ന പേര് പോലും മറക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങയുടെ അടുത്തു വന്നു. പാസേ പാട്ടൌട്ട് എനിക്ക് ചേരും, മിസ്റ്റർ ഫോഗ് മറുപടി പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ശുപാർശയുണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം ഞാൻ കേട്ടു. നിങ്ങളുടെ നിബന്ധനകൾ നിങ്ങൾക്കറിയാമോ? അതെ, അങ്ങേക്ക്. നല്ലത്. സമയമെന്തായി? 11:22 പാസേ പാട്ടൌട്ട് മറുപടി പറഞ്ഞു, തന്റെ പോക്കറ്റിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു വലിയ വെള്ളി വാച്ച് പുറത്തെടുത്തുകൊണ്ട്. നിങ്ങൾ വളരെ പതുക്കെയാണ്, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. ക്ഷമിക്കണം അങ്ങേക്ക്, അത് അസാധ്യമാണ്. നിങ്ങൾ 4 മിനിറ്റ് പതുക്കെയാണ്. സാരമില്ല, തെറ്റ് സൂചിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഈ നിമിഷം മുതൽ രാവിലെ 11:29 ഈ ബുധനാഴ്ച ഒക്ടോബർ 2 നിങ്ങൾ എന്റെ സേവനത്തിലാണ്. ഫിലിയാസ് ഫോഗ് എഴുന്നേറ്റു. തന്റെ തൊപ്പി ഇടതുകൈയിലെടുത്തു. യാന്ത്രികമായ ചലനത്തോടെ തലയിൽ വെച്ച് ഒരു വാക്കുപോലും പറയാതെ പുറപ്പെട്ടു. പാസേ പാട്ടൌട്ട്സ് തെരുവിലെ വാതിൽ ഒരിക്കൽ അടയുന്നത് കേട്ടു. അതവന്റെ പുതിയ യജമാനൻ പുറത്തേക്ക് പോകുന്നതായിരുന്നു. അത് വീണ്ടും അടയുന്നത് അവൻ കേട്ടു. അതവന്റെ പുൻഗാമി ജെയിംസ് ഫോസ്റ്റർ അവന്റെ ഉഴൽ പുറത്തേക്ക് പോയതായിരുന്നു. പാസേ പാട്ടൌട്ട് സാവില്ലെ റോയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നു. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.